നമസ്കാരം. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷത്തിലും ഹനുമാൻ പൂജ, ഹനുമാൻ യാഗം അങ്ങനെ ആ രീതിയിൽ നടത്തി വരാറുണ്ട്. അത് ഇത്തവണയും പൂർവാധികം ഭംഗിയായിട്ട് നടത്താനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീശങ്കര മഠം ഹാളിൽ വെച്ചിട്ട് ഈ മാസം 26-ാം തീയതി രാവിലെ 7:30 മുതൽ ഗണപതി ഹോമം അടക്കമുള്ള ഹനുമാൻ പൂജ കാര്യങ്ങൾ നടക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികളുടെയും മറ്റും ഹനുമാനെ പറ്റിയുള്ളതും രാമായണത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ, ഡാൻസ്, അതുപോലെ ഹനുമാൻ ചാലീസ്, അത്തരം കാര്യങ്ങളൊക്കെ അന്ന് നടക്കുന്നുണ്ട്. ഇത് ഇത്തവണയും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. 2 പേര് കൂടി എത്താനുണ്ടായിരുന്നു. അവരെത്താനായിട്ട് വഴി ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് എത്താത്തത്. സേതുമാധവനും ശ്രീകുമാറും എത്തേണ്ടതാണ്. അതെ, രാമായണത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10ാമത് വർഷമാണ് സമർപ്പണ കലാസാംസ്കാരിക വേദിയും കൂടിയാണ് സമർപ്പണം. 2016 സമർപ്പണ രൂപം കൊള്ളുന്നത്. 2026 10 വർഷമാണ്. 10ാമത് മഹോത്സവമാണ് സമർപ്പണയുടെ നടക്കുന്നത്. ഈ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഹനുമാൻ ചാലീസ്, ഹനുമാൻ യാഗം, ഈ പ്രാവശ്യം ഹനുമത് പൂജയാണ് നടക്കുന്നത്. അത് രാമായണ ഫെസ്റ്റിലെ പരിപാടിയോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളാണ്. ഇനി നമ്മൾ സമർപ്പണ ഒരു ഭജൻസ് ഗ്രൂപ്പും കൂടിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമർപ്പണ രാമായണം, സമർപ്പണ ഹനുമാൻ ചാലീസ്, സമർപ്പണ ഭജൻസ് ഗ്രൂപ്പ്. ഇനി ഒരു പക്ഷേ സമർപ്പണയുടെ ഭാഗമായിട്ട് ലവകുശ സംഗമം ഉണ്ടാവാം. ഇങ്ങനെ സമർപ്പണം ഓരോ പടി മുന്നോട്ടാണ്. സത്യം പറഞ്ഞത് പലപ്പോഴും നിങ്ങൾ പത്രം മേഖലകളെല്ലാം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രോത്സാഹനം തന്നിരുന്നു. ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആൾക്കാരിൽ ഇപ്പോൾ എൻ്റെ പേര് നന്ദകുമാർ, ഇതിൻ്റെ കൺവീനർ അമ്പല്ലൂർ ശ്രീകുമാറാണ് ഇപ്പോൾ വന്നിട്ടുള്ള. ട്രഷറർ രാമേന്ദ്രേട്ടനാണ്. കൺവീനറാണ് സുധ. ഒരാൾ കൂടിയുണ്ട്, മാതൃസമിതി കൺവീനർ കൂടിയാണ്. അവരെ സേത് എത്തുന്നില്ല, കാരണം ഒക്കെ ബ്ലോക്കിൽ കിടക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പറയാനുള്ളതാണ്, നിങ്ങളുടെ മേഖലകളിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ സഹായങ്ങൾ. ശരി. നമ്മളിവിടെ ഒരു 10 വർഷമായിട്ട് രാമായണ ഫെസ്റ്റ് എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാം കർക്കിടക മാസത്തിൽ തൃശ്ശൂരിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് 2 പ്രമുഖ പുരസ്കാരങ്ങൾ, വാൽമീകി പുരസ്കാരം, രാമായണ പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം എം ജയചന്ദ്രനും ആണ് കൊടുത്തത്. അതിനു മുമ്പ് നമ്മൾ ഗായിക ചിത്രയ്ക്കാണ് കൊടുത്തത്. അങ്ങനെ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ അവാർഡുകൾ കൊടുത്ത് ആദരിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രാമായണം എന്ന് പറഞ്ഞ ഭക്തിയും സാമൂഹിക സമരസതയ്ക്കും അടങ്ങുന്ന ഒരു സംവിധാനമായതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹനുമാൻ പൂജ ഞങ്ങൾ നടത്തി വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ യാഗമാണ് നടത്തിയത്, ഈ തവണ പൂജയാണ്. ഇതിൽ ശ്രീ ഭക്ത സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഹനുമാനെ കൂട്ടമായി കൊണ്ട് ഒരു അർച്ചന ചെയ്യുന്ന സമൂഹാർച്ചന എന്നുള്ള രീതിയിൽ ഒരാരതി വൈകിട്ട് നടക്കുന്നുണ്ട്. അതിൽ 501 സ്ത്രീകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ വെറ്റിനമാല സമർപ്പണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹനുമാൻ പൂജയായിട്ട് അനുബന്ധിച്ചുള്ളത്. അതുമാത്രമല്ല, രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കലാസമർപ്പണമുണ്ട്.
കലാസമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും പണം കൊടുക്കാതെ തന്നെ ഈ പരിപാടിക്ക് ആരുടെയും സംഭാവന പിരിക്കുന്നില്ല, ആർക്കും കാശ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് അവിടെ തിരുവാതിര, നാട്യം, അതേപോലെ തന്നെ ഗാനാർച്ചന, ഭജൻസ്, അങ്ങനെ വിവിധ പരിപാടികൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നടത്തുന്ന പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വീണ്ടും സംഗീതാർച്ചന അവതരിപ്പിക്കാനുള്ള ആളുകൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ചോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആളുകൾ നിങ്ങളെ നമ്പർ കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ അവർക്കും കൂടി അതിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഗണപതി ഹോമം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വൈകിട്ട് ഇവരാണ് ചെയ്യുന്നത്. പിന്നെ സോപാന സംഗീതത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് അതൊരു പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹിക ആരാധനയുടെ ഒരു ഭാഗമാണത്. അതൊരു 1 മണിക്കൂർ നേരം ദീപാരാധന, അതുപോലെ തന്നെ നമ്മുടെ സോപാന സംഗീതത്തോടു കൂടിയിട്ടുള്ള ഒരു അർച്ചനയാണത്. അങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്. മൂന്നാമത്തെ വർഷം. ഈ പൂജ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ യാഗമായിട്ട് നടത്തിയത്. പൂജ 2ാമത്തെ വർഷമാണ്. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ രാമായണ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 വർഷമായി ഇപ്പോൾ. ഈ 10ാമത്തെ വർഷത്തിൽ ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും 2 അവാർഡ് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും വലിയ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ശബരി സൽക്കാരമാണ്. അപ്പോൾ വനവാസി മേഖലയിലെ ഏറ്റവും മുതിർന്ന അമ്മമാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് പുതുവസ്ത്രവും ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം. ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ അവർക്ക് നേരിട്ട് തന്നെ വായിൽ ഭക്ഷണം കൊടുക്കുകയും അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ഇന്നത്തെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് അത് ചെയ്യുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒരു കാതലായിട്ടുള്ള പരിപാടി അതാണ്. അതുതന്നെയാണ് ഈ ഹനുമാൻ എന്നുള്ള കഥാപാത്രത്തെ നമ്മൾ ദൈവികമായി കാണുന്നവരും അതുപോലെ തന്നെ ശക്തി പ്രതീകമായിട്ട് കാണുന്ന ഹനുമാനെ പൂജിക്കുന്ന വിശ്വാസികളുടെ ഒരു വികാരവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പൂജയെ സംഘടിപ്പിക്കുന്നത്.